Paralis, welcome back to Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ iPhone 13 Proന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. റിവ്യൂ അല്ല, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആയിരിക്കും ഇത്. ഇതിന്റെ ഇൻഡെപ്ത് റിവ്യൂ നിങ്ങൾക്ക് സംടൈം ദിസ് വീക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. സോ എനിവേ നമുക്ക് ഡിലേ ചെയ്യാതെ നമ്മുടെ iPhone 13 Pro അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഈ വർഷത്തെ iPhone 13 Proന് പ്ലാസ്റ്റിക് റാപ്പ് ഒന്നുമില്ല. പുറകിൽ 2 ടാബ് ഉണ്ട്. നമുക്ക് ആ 2 ടാബ് ഒന്ന് പീൽ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ iPhone 13 Proയുടെ സിയറ ബ്ലൂ കളർ. ഒന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല വെയിറ്റ് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ഈ പുതിയ 13 Proയ്ക്ക് 204 grams ആണുള്ളത്. കഴിഞ്ഞ വർഷത്തെക്കാളും ഇച്ചിരി കൂടെ ഹെവി ആണിത്. അതിന് കാരണം ഇച്ചിരി കൂടെ ബിഗർ ബാറ്ററി ഇതിൻ്റെ അകത്തുണ്ട്. എനിവേ നമുക്ക് ഈ പേപ്പർ ഒന്ന് പീൽ ചെയ്യാം. തൽക്കാലം നമുക്ക് നമ്മുടെ ഫോൺ ഒന്ന് മാറ്റി വെച്ച് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബോക്സിൽ വരുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് Type-C to Lightning കേബിൾ ഉണ്ട്. അതുമാത്രമല്ല കുറച്ച് പേപ്പർ ബുക്ക്ലെറ്റും, ഇതിൻ്റെ അകത്തൊരു സിം ഓപ്പണർ ഉണ്ട്. അതുമല്ല ഒരു ചെറിയ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും പിന്നെ ആപ്പിൾ സ്റ്റിക്കറും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ iPhone 13 Pro ഒന്ന് ഓൺ ആക്കാം. പുതിയ iOS 15ന്റെ ആനിമേഷൻ നല്ല രസമുണ്ട് കാണാൻ. ഹലോ എന്ന് അവർ എഴുതിയിരുന്നത്. ഞാൻ നമ്മുടെ iPhone 13 Pro ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഷാൻ്റെ iPhone 12 Pro കൊണ്ടുവന്നിട്ടുണ്ട്. ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ പുതിയ കളർ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ക്യാമറ ലെൻസിന്റെ വ്യത്യാസം. അപ്പോൾ ഈ iPhone 13 Proയിൽ ബ്രാൻഡ് ന്യൂ ലെൻസ് ആണ് വരുന്നത്. നമുക്ക് സൈഡ് ബൈ സൈഡ് ആയിട്ട് ഒന്ന് നോക്കാം. കണ്ടോ, ഇത് ഇച്ചിരി കൂടെ എന്നാ പറയുന്നത് തിക്കാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്കിൽ വെച്ചിട്ട് ഒന്ന് അനക്കാൻ നോക്കുമ്പം ഇത് ഇച്ചിരി കൂടെ നല്ല മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ iPhone 13 Proയും 12ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നോച്ചാണ്. അപ്പം ആപ്പിൾ പറയുന്നത് 20% ലെസ് ആക്കി അവിടെ നോച്ച് എന്നുള്ള കാര്യം. അപ്പോൾ ഇച്ചിരിയും കൂടെ സ്ക്രീൻ റിയൽ എസ്റ്റേറ്റ് നമുക്ക് പുതിയ iPhone 13 Proയിൽ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ iPhone 13 Proന്റെ പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. പുതിയ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ iPhone 13ൽ ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. ഇതിനൊരു സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണുള്ളത് വിത്ത് പ്രൊമോഷൻ. അപ്പോൾ പ്രൊമോഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്ക്രീൻ ഇപ്പോൾ 120 Hz ആണ് iPhone 13 Proയിലും 13 Pro Maxലും വരുന്നത്. പണ്ടത്തെ ഡിവൈസസ് എല്ലാം 60 Hz ഉള്ളായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഓരോ ആനിമേഷനൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് ബട്ടറി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിൽ കാണാൻ പറ്റും. അതുമാത്രമല്ല ഇതിനൊരു പുതിയ മാക്രോ ഫോട്ടോഗ്രാഫി ഓപ്ഷനും ഉണ്ട്. അതിൻ്റെ എല്ലാം സാമ്പിൾ ഞാൻ വേറൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. തൽക്കാലം ഇതൊരു ജസ്റ്റ് അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആയിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇതിന് 3 times ഒപ്റ്റിക്കൽ സൂം ആണുള്ളത്. അതിൻ്റെ നമുക്കൊരു ടെസ്റ്റ് നടത്തി നോക്കാം. പിന്നെ ഇതിന് ProRes ഉണ്ട്. പക്ഷേ ProResന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഉള്ള സാധാരണ ആൾക്കാർ ProRes ഉപയോഗിക്കാറില്ല. ProRes എന്ന് പറയുന്ന ഒരു വീഡിയോ കോഡക്കാണ്. അപ്പോൾ ഈ ഒരു ProRes നമുക്ക് നമ്മുടെ iPhone 13 Proയിൽ കിട്ടണമെങ്കിൽ 256 GB ബെയർ മിനിമെങ്കിലും നമുക്ക് വേണം. ഒരു മിനിറ്റ് നമ്മൾ ProResൽ എടുക്കുന്നത് 6 GB സ്പേസ് ആണ് ഈ ഒരു ഐഫോണിൽ നിന്ന് എടുക്കുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ആ ProRes ടൈപ്പ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കണമെന്ന് ഐഡിയ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു ബെയർ മിനിമം 512 അല്ലെ 1 TB മെമ്മറി ഉള്ള iPhone 13 Pro എടുക്കാവും. അപ്പോൾ അതേ ഉള്ളൂ iPhone 13നെക്കാട്ടിലും പുതിയ ഫീച്ചേഴ്സ് എന്ന് പറയാൻ. അപ്പോൾ iPhone 13 ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇവിടെയുണ്ട്. സോ അത്രേ ഉള്ളൂ ഈ ഒരു iPhone 13 Proന്റെ ഒരു ജസ്റ്റ് അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബെല്ല് ഒന്ന് ചെയ്യണം. കാരണം എന്നാലേ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ ഇൻഡെപ്ത് റിവ്യൂ എഴുതുമ്പം അറിയാൻ പറ്റത്തുള്ളൂ. എനിവേ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. തൽക്കാലം ബൈ.